അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഊണും അതിനുള്ള പണികളും ഇതൊക്കെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് മാന്തൾ കിട്ടി നോക്കുമ്പോൾ അത് തേങ്ങ ഒക്കെ അരച്ച് മാങ്ങ ഇട്ട് കറിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള വീഡിയോ ആണ്. മാന്തൾ മുറിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ മാന്തൾ മുറിക്കാറെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞങ്ങൾ രണ്ട് ഭാഗത്ത് തൊലിയും കളയും കേട്ടോ. ചില ആൾക്കാരൊക്കെ ഒരു ഭാഗത്ത് തൊലി കളയുന്നുള്ളൂ, പക്ഷേ രണ്ട് ഭാഗത്ത് തൊലിയും കളയുമ്പോഴേ ഒരു വൃത്തിയാവണുള്ളൂ. പിന്നെ അതിൽ മസാലയൊക്കെ ആ തൊലിയുടെ നമ്മൾ പൊരിക്കാനൊക്കെ കായം തേക്കുമ്പോഴൊക്കെ ശരിക്കും എരിവും ഇതൊക്കെ പിടിക്കുന്നത് രണ്ട് ഭാഗം തൊലി കളയുമ്പോഴാട്ടോ. അങ്ങനെ മാന്തളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാൻ രണ്ട് കുഞ്ഞി തക്കാളി മുറിച്ചിടുന്നുണ്ട്. പിന്നെ നല്ല ഉണ്ടമുളക്, വീട്ടിലുണ്ടായ മുളകാണ്, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 4 പൊളിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി, കാരണം എരിവുള്ള മുളകാണ്, അതുകൊണ്ട് കേട്ടോ. കുറച്ച് ഒരു 1.5 ടീസ്പൂൺ മുളകും പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി പിഴിയുന്നുണ്ട് കേട്ടോ. 2 മാങ്ങ ഇടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പുളി പിഴിയണത്. മാങ്ങ ഞങ്ങൾ അലിയാൻ നിൽക്കാറില്ല. ഒന്ന് തിളച്ച് അതിൻ്റെ ടേസ്റ്റ് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേവാൻ സമയത്ത് ഇട്ട് കൊടുക്കുകയുള്ളൂ, കാരണം കഷ്ണമായിട്ട് കിട്ടണതിന് വേണ്ടിയിട്ട്. അപ്പോൾ പുളിക്ക് കറിക്ക് ആവശ്യത്തിനൊരു തരി പുളി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി അരച്ച് വെച്ചത്. ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് ചെയ്യുക. അത് തേങ്ങയുടെ ഇത് എത്ര അരച്ചാലും എത്ര അരഞ്ഞാലും അത് അതിൽ ഒരു ചണ്ടി പോലെ ഉണ്ടാവും. അതിങ്ങനെ പതഞ്ഞ് നിൽക്കും കറിയിൽ. അപ്പോൾ അതിനേക്കാൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇട്ടാൽ. ഞാനൊന്ന് അരിപ്പയിൽ അരിച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുള്ളൂ. നല്ല പീരൊക്കെ ഉണ്ട് കളയും. അപ്പം അങ്ങനെ തേങ്ങ അരച്ചതിൻ്റെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊരു മാന്തളൊക്കെ കിട്ടുമ്പം അയിലയും മാന്തളൊക്കെ ഇങ്ങനെ പച്ച തേങ്ങ അരച്ച് കറി വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. എന്നും മുളക് കറിയും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ഇതാണ്. അപ്പോൾ അതിലേക്ക് മാങ്ങ തോലി എത്തി വെക്കാം, മുറിച്ചൊക്കെ റെഡിയാക്കി വെക്കാം തിളക്കണ സമയം കൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാങ്ങയൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പേരിക്ക് ഞങ്ങളിന്ന് ഉണക്കപ്പയറാട്ടോ വേവിച്ചിട്ടുള്ളത്. ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാം നമുക്ക്. അതിന് വേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും ഉപ്പേരിക്കില്ല. അപ്പോൾ ഒന്ന് ഉണക്കപ്പയറിൻ്റെ അടുത്ത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മാന്തൾ കറിയൊക്കെ തിളച്ചിരിക്കുന്നുണ്ട്. കറി ഞാൻ നല്ലോണം അങ്ങനെ ഒന്ന് തിളച്ച് തക്കാളിയും പച്ചമുളകൊക്കെ വെന്തതിൻ്റെ ശേഷം മീനും മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണം കുക്കറിൽ വേവിച്ച് വെച്ച ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പേരി റെഡിയായി. അപ്പോൾ അതാ നമ്മളെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ തേങ്ങ കരച്ചിട്ട് മാന്തൾ കറി വെക്കുമ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് മുളക് കറിയാവും ഇഷ്ടം. അപ്പോൾ അതാ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാന്തളിന് തീരെ വേവില്ലാത്തതല്ല. അപ്പോൾ മാങ്ങ ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മാന്തളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാന്തൾ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. മാന്തളിട്ടതിന് ശേഷം നമ്മൾ വല്ലാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്, വേഗം ഉടഞ്ഞു പോകുന്നു. തിളച്ച് കഴിഞ്ഞാൽ ഓഫ് വെക്കുക. അപ്പോൾ ചോറ് കഴിക്കാൻ നോക്കാം. നമുക്ക് എല്ലാം റെഡിയായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ.
അപ്പം നമുക്ക് ചോറുണ്ണാൻ നോക്കാം. ഇങ്ങനെ മാങ്ങ ഒക്കെ ഇട്ടിട്ട് മാന്തൾ കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ അരച്ച് വെക്കട്ട ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞങ്ങൾ ചോറിനിട്ട് ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.